മക്കളെ, നിങ്ങൾ ഭയങ്കര ഇഷ്ടത്തോടുകൂടെ നീറ്റ് എക്സാമിന് പഠിക്കണം, വലിയ ഡോക്ടറാണ്, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഇറങ്ങിയ കുട്ടികളായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇപ്പോഴ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയോ അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് ഈ ഒരു വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് എത്തിപ്പിടിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് 11th 12th പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. 11th 12th നല്ല മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ നീറ്റ് എക്സാമിന് ഇറങ്ങി തിരിച്ച കുട്ടികളുണ്ട് ഇതിൽ. പക്ഷേ നീറ്റ് എക്സാമിൻ്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും പുതിയ പഠിക്കുന്നില്ല. എന്താണ് നിങ്ങൾ പഠിച്ചത് അത് തന്നെയാണ്. പക്ഷെ 11th 12th നമ്മൾ അത്ര കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചില്ല. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കി പോയി. പക്ഷേ ഇപ്പോഴും നമുക്ക് ഓരോ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ടെൻഷനായി തുടങ്ങി. അയ്യോ എനിക്ക് കിട്ടുമോ, എനിക്കിതെല്ലാം കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരാഴ്ചയിൽ ഇത്രയും ചാപ്റ്ററുകളൊക്കെ പഠിച്ച് ഇത് എക്സാം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഇത്ര എത്തിപ്പെടുന്നില്ലല്ലോ. മക്കളെ, ഇപ്പം ഈ നെഗറ്റീവ് തോട്ട് ഒഴിവാക്കിയിട്ട് എൻ്റെ മുന്നിൽ ഇത്രയും സമയമുണ്ടല്ലോ, ഞാൻ നന്നായിട്ടിരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലോ എന്നുള്ള വിശ്വാസം മനസ്സിന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം? നന്നായിട്ടിരുന്ന് നോക്കി നിങ്ങളുടെ സമയത്തിനെ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീക്കായിട്ടിരിക്കുന്ന എവിടെയാണോ, പല കുട്ടികളും 90% മക്കളും ഫിസിക്സിലായിരിക്കും മാർക്ക് കുറഞ്ഞു വന്നത്. ആ ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾക്ക് മാക്സിമം സമയം കൊടുത്തുകൊണ്ട് നല്ല മക്കളായിട്ടിരുന്ന് പഠിക്കുക. ഒരിക്കൽ പോലും നിങ്ങൾ വലിയ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഒരു കോച്ചിങ്ങിനൊക്കെ ചേരുന്നത്, അവിടെ പോയിട്ട് അയ്യോ ഇനി എന്നെക്കൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കാതെ, എന്നെക്കൊണ്ട് പറ്റും, ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് അതിനുള്ള അർഹത ഉള്ളത് കൊണ്ട് തന്നെയാണ്, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ നന്നായിട്ടിരുന്ന് നോക്കി. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്, എവിടെ വേണം എൻ്റെ മക്കൾ പഠിച്ചോ, പക്ഷേ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ധൈര്യം ചോർന്നു പോവാതെ എനിക്ക് പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ നിങ്ങൾ നന്നായിട്ട് എവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അതിനെ കറക്റ്റായിട്ട് പഠിച്ചെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട്. നല്ല സ്കോറിലെത്തി അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനിടയിൽ ഏറ്റവും വലിയ വില്ലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലൻ. എന്തുകൊണ്ടാണ് അറിയാം? നമ്മൾ തന്നെയാണ് നമ്മുടെ മാർക്കിനെ ഇല്ലാണ്ടാക്കുന്നത്. നമ്മുടെ ഇല്ലാത്ത ടെൻഷനും നമ്മുടെ ഇല്ലാത്ത ചിന്തിച്ച് കൂട്ടലുമാണ് നമ്മുടെ റിസൾട്ടിനെ ഒന്നും അല്ലാണ്ടാക്കുന്നത്. മക്കളെ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പറ്റും എന്നുള്ള വിശ്വാസം മനസ്സിന് കൊടുക്കുക, വർക്ക് ചെയ്യാൻ തുടങ്ങി. ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടിൽ അടുത്ത വർഷങ്ങൾ ഉണ്ടാവും. വരാൻ പോകുന്ന May 4 നിങ്ങളുടെ ദിവസം തന്നെയാവും. പക്ഷെ അതിന് വേണ്ടിയിട്ടേ ആദ്യം വേണ്ടത് മനസ്സിന് പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടെ പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഓക്കേടാ, നല്ല കാണാം നമുക്ക്. ഓക്കെ മക്കളെ.